അദ്ദേഹം ഈ സിനിമേനെ മനസ്സിലാക്കി വെച്ചെടുത്തോളം നമ്മള് പുള്ളി പറയുന്ന പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. പുള്ളി ഇതിനെ കൺസീവ് ചെയ്ത രീതിയുണ്ട്. അപ്പൊ നമ്മളത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പുള്ളി പറയുന്ന കേൾക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കരുത്. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ഇതൊരു ഫൺ എന്റർടൈനർ എന്നുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ ഈ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം, കാരണം ഇതൊരു ഒരു രാത്രി നടക്കുന്ന ഒരു വൺ നൈറ്റ് സ്റ്റോറിയാണ് ബേസിക്കലി. പുള്ളി പ്രീവിയസ് ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ ഒരു മാറി നിൽക്കുന്ന ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള അൻസാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് സബ്ജക്റ്റ്. ഒരു 2 വർഷം മുന്നേ എന്നോടും വിഷ്ണുവിനോടൊക്കെ ഒന്ന് കഥ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഒരു നമ്മളിത് കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നതും ചെറുപ്പക്കാരാണ് ആക്ച്വലി. അപ്പൊ അന്ന് അത് അവൻ ഡയറക്റ്റ് ചെയ്തിരുന്ന സിനിമയായിരുന്നു അൻസാജ്. പിന്നെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വിജനങ്ങൾ വിളിക്കുകയും ഇങ്ങനെ ഒരു സിനിമ ഞാൻ കഥ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് കേട്ടതാണ്, നല്ലൊരു പരിപാടിയാണെന്ന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു സിനിമനപ്പുറം ഇതൊരു ഫുൾ നൈറ്റാണ്. 40-42 ദിവസത്തോളം വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 6 മണി വരെ. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ പ്രായം എല്ലാം ഓർത്ത് നമ്മൾ വിചാരിക്കും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ എല്ലാം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. കാരണം ഇത്രയും ദിവസങ്ങൾ നമ്മൾ രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളും ഇതായി പോകും. നമ്മള് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സിങ്ക് ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്ത ഷൂട്ടാണ്. പുള്ളി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമയാണ്.